അപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് വൈദിക സമിതി സെക്രട്ടറിയെ സിനഡ് അനുകൂലികൾ തടഞ്ഞതാണ്. സ്ഥലത്ത് ചെറിയ രീതിയിൽ ഉണ്ടും കള്ളുമൊക്കെ നടന്നു എന്നാണ് വിവരം. സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മടങ്ങിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിൽ ബിഷപ്പ് ഹൗസിന് പുറത്താണ് ഈ വൈദികരുമായി വാക്കേറ്റം ഉണ്ടായത്. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ നിലപാടെടുത്തിരിക്കുന്നത്. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മടങ്ങുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ട്. അനിൽ ജോർജ് ചെയ്യുന്നുണ്ട്. അനിൽ, കേൾക്കാമെങ്കിൽ ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം തന്നെയാണോ അവിടെ? തീർച്ചയായും സേതുലക്ഷ്മി, ഇവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണ്. വൈദികർ ഈ യോഗത്തിലേക്ക് എത്തുന്നതിന് വലിയ തോതിൽ വിശ്വാസികൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനഡ് അനുകൂലികളാണ് ഇപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. സസ്പെൻഷനിലായ വൈദികർ അകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ രാജൻ പുന്നക്കൻ എന്ന വൈദികനാണ് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. ആ വൈദികൻ സസ്പെൻഷനിലാണ് എന്നാണ് ഇവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ പോലീസ് ഇവരെ മാറ്റുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അവർക്ക് ഈ യോഗം നടക്കുന്ന ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇവർക്ക് സമാന്തരമായി തന്നെ ഈ വൈദിക യോഗത്തെ അനുകൂലിക്കുന്ന വിമത വിഭാഗത്തിന്റെ യോഗം കർദിനൽ പാറേക്കാട്ടിൽ റിന്യൂവൽ സെന്ററിലും നടക്കുന്നുണ്ട്. അവർ ഇവിടേക്ക് എത്തില്ല എന്നതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടൻ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തി. പക്ഷേ കുര്യാക്കോസ് മുണ്ടാടനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ആളുകൾ തടഞ്ഞു. വലിയ തോതിൽ ആ സമയം സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് കുര്യാക്കോസ് മുണ്ടാടൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് വൈദിക സമിതി കൂടാൻ അനുവാദമില്ലാത്തതാണ്. അത് സസ്പെൻഡഡ് ആയിട്ടുള്ള വൈദികരാണ്. മറ്റുള്ളവരെ ഞങ്ങൾ വിടും. പ്രിയപ്പെട്ട ഹലോ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൂടിയിരിക്കുന്ന വൈദിക സമിതി യോഗം, അതിൽ ഒരു ഉപദേശക സമിതിയാണ് വൈദിക സമിതി യോഗം എന്ന് വിളിക്കുന്നത്. നമ്മുടെ മെത്രാനായിട്ടുള്ള പാമ്പ്ളാനി പിതാവിനെയും തട്ടുപിതാവിനെയും എറണാകുളം കാര്യങ്ങൾക്ക് വേണ്ടി ഉപദേശിക്കാനുള്ള സമിതിയാണ്. ആ സമിതിയിൽ 11 പേർ അച്ചടക്ക നടപടി നേരിടുന്നതാണ്. ആ 11 പേർക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ കഴിയുക? ഈ രീതിയിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മറ്റൊരു ഗേറ്റിലൂടെ വൈദികർ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ തടയാൻ വേണ്ടിയുള്ള ശ്രമവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. മറ്റ് ഗേറ്റുകൾ 2 ഗേറ്റുകളാണ് പ്രധാനമായും ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്കുള്ളത്. അവിടെ എല്ലാം കനത്ത രീതിയിലുള്ള ശരി അനില, എറണാകുളം ബിഷപ്പ് ഹൗസിന്റെ പുറത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ വൈദികരുമായി വാക്കേറ്റമാണ്. വൈദിക സമിതി സെക്രട്ടറി സിനഡ് അനുകൂലികൾ തടഞ്ഞു. ഇപ്പോഴും അവിടെ സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ് കൊച്ചിയിൽ നിന്ന്.